നമസ്കാരം. ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് താനില്ല എന്ന് വേദനയോടെ ഒരു നേതാവിന് പറയേണ്ടി വരുന്ന അവസ്ഥ അതിഗുരുതരമാണ്, അതിഭീകരമാണ്, സങ്കടകരമാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. കണ്ണൂർ സിംഹം കെ സുധാകരൻ, അദ്ദേഹവുമായി രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ നമുക്കുണ്ടായേക്കാം. പക്ഷേ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് കണ്ണൂരിൽ നിലനിൽക്കുന്നത് കെ സുധാകരൻ എന്ന ഒറ്റ നേതാവിന്റെ ചങ്കൂറ്റത്തിന്റെ ബലത്തിലാണ് എന്ന കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, കെ സുധാകരനെ ഒതുക്കിയ നേതാക്കൾ മറന്നുപോകരുത് എന്ന ഒറ്റ കാര്യമേ നമുക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വിധേയനായി തന്നെ നിൽക്കും, ഞാൻ പേരാവൂരിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രചരണത്തിന് പോകും, എന്നെ എവിടെ പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ പോകും എന്ന് വിനയാന്വിതനായി ആ നേതാവ് മറുപടി പറയുന്നു. ഇത് കേട്ട് നാണവും ഉളുപ്പുമൊക്കെ കേരളത്തിലെ നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുകയെങ്കിലും വേണം. അദ്ദേഹത്തെ ഒതുക്കിയവരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം. CPM ഗുണ്ടകളോട് നേർക്ക് നിന്ന് പൊരുതിയ ഒരേ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിൽ, അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവില്ല, അതാണ് സത്യം, ഒരിടത്തുമില്ല. CPMന്റെ ഗുണ്ടായുസത്തെ അല്പം ഗുണ്ടായുസം കലർത്തിയാണെങ്കിലും നെഞ്ചുവിരിച്ച് എതിർത്ത് തോൽപ്പിച്ച ചരിത്രമാണ് കെ സുധാകരനുള്ളത്. കെ സുധാകരൻ മത്സരിക്കണം, അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് DNA ന്യൂസ് നേരത്തെ ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. വലിയ പ്രതികരണമാണ് ഈ ഒരു ചർച്ചയ്ക്ക് ഉണ്ടായത്. അദ്ദേഹം സങ്കടത്തോടെ, വേദനയോടെ, വിഷമത്തോടെ, കണ്ണീരോടെ പറയുകയാണ്, ഇനി ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല, എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട, ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമായി ഇവിടെ അവശേഷിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അവിടെയും ആ രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ ധാർമ്മികത തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് തന്നെയാണ്. കണ്ണൂർ സിംഹം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അന്ന് പാർട്ടി സെക്രട്ടറിയും കണ്ണൂർ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന പിണറായി വിജയന് നേരെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഉറച്ച ശബ്ദവുമായി നിലകൊണ്ട, കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയ, കണ്ണൂരിൽ കോൺഗ്രസിന് ചവിട്ടി നിൽക്കാൻ നിലം കണ്ടെത്തിയ, ഭൂമി കണ്ടെത്തിയ നേതാവാണ്. വന്ന വഴി കോൺഗ്രസ് നേതാക്കൾ മറക്കരുത്, ഒരുത്തരും മറക്കരുത്. തീർച്ചയായിട്ടും നമുക്കിത് പറയാതിരിക്കാൻ തരമില്ല. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ജോലിയുടെ ഭാഗമാണ്. അധികാര കൊതി കൊണ്ടാകണമെന്നില്ല. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നപ്പോൾ അതിശക്തനായ ഒരു പോരാളിയായിരുന്നു. ഇന്നത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കോൺഗ്രസുകാരെങ്കിലും തിരിച്ചറിയുമോ എന്ന് സംശയമാണ്. ഒരു പാർട്ടി നേതൃത്വത്തിന്റെ ദൗർബല്യമാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെതായ ആ അംശത്തിൽ കണ്ടുകൊണ്ട് മുന്നേറിയ നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അദ്ദേഹം കേരള രാഷ്ട്രീയം വിടുന്നു. ഞാൻ ഇനി ഒന്നിനുമില്ല. UDF ജയിക്കട്ടെ, മുഖ്യമന്ത്രി ആരുമാകട്ടെ, മന്ത്രിമാരാരുമാകട്ടെ, MP ആകട്ടെ, MLA ആകട്ടെ, ആരുമാകട്ടെ, ഞാൻ രാഷ്ട്രീയം ഏതാണ്ട് രാഷ്ട്രീയ വനവാസത്തിന്റെ, അല്ലെങ്കിൽ നേരിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വിരമിക്കൽ എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനമാണ് കെ സുധാകരൻ വളരെ വേദനയോടുകൂടി നടത്തിയത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. ആ മനുഷ്യൻ നടത്തിയ സമര പോരാട്ടങ്ങൾ, ചങ്കൂറ്റമുള്ള സമര പോരാട്ടങ്ങൾ, പ്രസംഗം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കണ്ണൂരിലെ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയ കെ സുധാകരൻ താൽക്കാലികമായിട്ട്, അല്ലെങ്കിൽ പ്രധാന രാഷ്ട്രീയ മേഖലയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ബാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടി എന്ന പ്രസ്ഥാനത്തെ തന്നെയാണ്. ശക്തമായ തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും. ശക്തമായി കോൺഗ്രസ് ഈ ഒരു കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും എന്നതിൽ തർക്കമില്ല.